ഗൈസ്, ഞാനിപ്പോൾ എന്തിനാ ഈ ഒരു പാടത്തേക്ക് വന്നതെന്ന് അറിയോ? നിങ്ങളെ ഈ ഒരു കാഴ്ച കാണിക്കാൻ. ഇത് കണ്ടോ? ഇത് ആക്ച്വലി നമ്മുടെ നെല്ലുണ്ടല്ലോ, ഈ നെല്ല് വിതയ്ക്കുന്ന ആ ഒരു സമയത്തെ അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഇനിഷ്യലായി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ പല കണ്ടങ്ങളും, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെന്നതിന് പറയാം, ചിലർ വയൽ പറയും, അല്ലെങ്കിൽ ചിലർ കണ്ടം, പിന്നെ വേറെ എന്തൊക്കെ പേര് ഉപയോഗിക്കും. അപ്പം ഇതും പല കളറിലാണ് ഉണ്ടാവുക. ഇത് കണ്ടത് മൊത്തം ബ്രൗണിഷ് കളറിലാണ്. ഇതിൻ്റെ വരമ്പടക്കായാലും ഞങ്ങളിതിന് വരമ്പ് എന്നാ പറയാം. കോമൺലി എല്ലാവരും തന്നെ പറയുള്ളൂ വരമ്പെന്ന്. ഈ വരമ്പടക്കം ഒരു ബ്രൗണിഷ് കളറിലാവും. കാരണം ഇത് ആക്ച്വലി വരമ്പ് പണിയാ പറയും. നെല്ല് വിധിക്കാനായിട്ട് മുന്നേ തന്നെ പാടത്തിൻ്റെ വരമ്പും അതുപോലെ തന്നെ വക്കും മൂലയും എല്ലാം പ്രോപ്പറായിരിക്കണം. കാരണം ആ ഒരു നെല്ലിന് വളരുന്ന സമയത്ത് അതിലേക്ക് പ്രോപ്പറായിട്ട് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. സോ അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പാടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു സൈഡില്ല. കാരണം ഈ ഒരു കണ്ടത്തിൽ ആക്ച്വലി നെല്ല് വിധിക്കുന്നില്ല. കാരണം ഇത് വേറെ ആരോട്ടും കണ്ടാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ബാക്കിയുള്ള കണ്ടങ്ങളിലൊക്കെ കണ്ട എല്ലാം നെല്ല് വിധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉഴുതുമറിക്കുന്നത്. അവിടെ ആ പ്രോസസ്സാണ്, ഉഴുതുമറിക്കുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ അതിലേക്ക് ഞാൻ എന്തെങ്കിലും കാണിക്കാം. സോ ഉഴുതുമറിച്ച കണ്ടങ്ങളിൽ ഇതുപോലെ വരമ്പ് പണിയും. അത് ആക്ച്വലി ഇവിടെയുള്ള ഈ ഉഴുതുമറിച്ച് കൊടുക്കുന്നുള്ള ചെളി ഇങ്ങോട്ട് വാരിയിടും. അങ്ങനെ ഈ പറഞ്ഞ ഒരു കണ്ടപ്പോൾ ഒരാളുടെ കണ്ടാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഇത്രയും ചുറ്റുള്ള ഈ ഒരു വരമ്പും ഇതുപോലെ ചെയ്യണം. അതൊരു ഇൻ പേഴ്സൺ കൈക്കോട്ടുമുണ്ട്. ഞങ്ങൾ കൈക്കോട്ടെന്നാ പറയാം, പല നാളും തൂമ്പ എന്ന പേരിലും അറിയപ്പെടും. സോ ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ വല്യച്ഛനാണത്. കാണുന്നുണ്ടോയെന്നറിയില്ല. അതിപ്പോൾ ഒന്ന് ആളൊരു കർഷകനാണ്. സോ ആളാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആൾക്ക് വേണ്ടിയിട്ടുള്ള പാടങ്ങളിലോ അല്ലെങ്കിൽ കണ്ടങ്ങളിൽ. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ സിമ്പിൾ പ്രോസസ്സാണ് കർഷകൻ നമ്മൾ പലരും വിചാരിക്കും, അത്ര വലിയ പണിയില്ല എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, പറഞ്ഞ കണ്ടങ്ങളൊക്കെ ഒരു തൂമ്പയുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്ലൈറ്റിൻ്റെ അത്ര പോകുന്നൊരു സൈസേ ഉണ്ടാവുള്ളൂ. സോ അതിൽ നിന്നുള്ള ചെളി ഇങ്ങനെ 1, 2, 3 വട്ടം ഒരു സൈഡിലേക്ക് ഇട്ട് അങ്ങനെ ഇപ്പറഞ്ഞ ലെങ്ത്ത് മൊത്തം വിട്ടു പോകണം. സോ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്, കണ്ടോ. ആൻഡ് അതർ തിങ് ഈസ് ദിസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അതായത് ഞാറ് നടുക, അല്ലെങ്കിൽ ഞാറ് വളരണമെങ്കിൽ ഇനിഷ്യലി നമ്മളതൊരു സ്പേസിൽ ഇതുപോലെ വളർത്തണം. ഡയറക്റ്റ്ലി ഒരിക്കലും കണ്ടങ്ങളിൽ, ഇതുപോലത്തെ കണ്ടങ്ങളിലേക്ക് നെല്ലിടില്ല. അപ്പോൾ അതിനു മുമ്പ് നെല്ല് ഇവിടെയാണ് നമ്മൾ, ഇത് ആക്ച്വലി അതിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നൊരു സ്പേസാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം കൊടുന്നിടും. അത് ഒരു ഏരിയ തിരിച്ചിട്ട് നമ്മളിങ്ങനെ കൊടുന്നിട്ടിട്ട് ഇതിൽ ഞാറ് വിധിക്കും. ഐ തിങ്ക് ഞാൻ പറയുന്ന വേർഡ്സ് പ്രോപ്പർ അല്ലെച്ചെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ഇത് കണ്ടോ, ഓരോ സെക്ഷനായിട്ട് തിരിച്ച് ചെയ്യണത്. ഇതിലൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു കണ്ടത്തിലേക്കുള്ള ഞാറിൻ്റെ കൗണ്ട് ഇത്ര ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നെല്ല് വിതയ്ക്കും. നെല്ല് ആദ്യം നമ്മളെന്ത് ചെയ്യാം, 2 പ്രോസസ്സ് ഉണ്ട്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരുന്നത് വാഴയുടെ തണ്ടുണ്ടാവുമല്ലോ, അതായത് വാഴൻ്റെ ആ ഒരു പില്ലർ പോലത്തത്. അപ്പോൾ ഈ വാഴൻ്റെ അത് മുറിച്ചിട്ട് അങ്ങനെ 4 എണ്ണം മുറിക്കും. എന്നിട്ട് വീടുകളിൽ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അത് കെട്ടും. അതിന് ശേഷം അത് നിലത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്പേസായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഴൻ്റെ ഇല ഇട്ടിട്ട് അതിൽ നെല്ലിടും. അതിൽ നെല്ലിട്ടിട്ട് മുളപ്പിക്കാൻ വെക്കും. വൺസ് അതിൽ മുള പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ മുളയുള്ള നെല്ല് കൊടുത്തിട്ട് ഇതുപോലെ സെക്ഷൻ തിരിച്ചിട്ട് അതിലിടും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ പലരും ഡയറക്റ്റ്ലി ഈ ഒരു പാടത്ത് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ തന്നെ കൊണ്ടിട്ട് ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നെല്ലിടാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഈ ഒരു കണ്ടത്തിലേക്ക് ഇട്ട സമയത്ത് ഒരിക്കലും അധികം വെള്ളം വരാനും പാടില്ല. സോ അപ്പോൾ അതിനനുസരിച്ച് അവിടെ വെള്ളം ക്രമീകരിക്കണം. കണ്ടോ, ഈ പാടങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എല്ലാം ഒരു തട്ട് ലെവലിലാണ് ഉണ്ടാവുക. അതായത് അവിടുന്ന് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കയറ്റം, ഇവിടേക്ക് ഇറക്കും. അതുകൊണ്ടാണ് വെള്ളം ഈ ഒരു ലെവലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു കണക്കുകൂട്ടലുകളാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു കണ്ടത്തിൻ്റെ പല മൂലയിലും പൊട്ടിച്ചിട്ടുണ്ടാവും.
ഒരു കണ്ടത്തിനപ്പോൾ അത്രയും സ്പേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം ക്രമീകരിക്കുന്നത് ഒരു കർഷകൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇന്ന സമയത്ത് ഇത്ര വെള്ളത്തിലേക്ക് പോയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു കാൽക്കുലേഷൻ പോകുന്ന രീതി. ആൻഡ് അപ്പോൾ ഇതിലേക്ക് ആ ഒരു ക്രമീകരിച്ച് വെള്ളം ഒഴുക്കി വിട്ടതിന് ശേഷം മാത്രമാണ് ഇതിൽ മുളപ്പിക്കുക. ഇത് വൺസ് ഒരു പാകമാവുന്ന ഒരു ടൈമുണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ എനിക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഒരടി 1.5 അടി ആ ഒരു സൈസിലേക്ക് നീളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുന്നേ തന്നെ കേട്ടോ ഇത് പറിച്ചെടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ കണ്ടങ്ങളിൽ കുത്തും, അതായത് ഞാറ് നട്ടും. അപ്പോഴത്തേക്കും ഞാറായി മാറുന്നു. ഈ ഞാറ് എന്നിട്ട് ഇവിടേക്ക് നടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 പ്രോസസ്സ് ഉണ്ട് ആക്ച്വലി. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനല്ല, മനുഷ്യരായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞാറ് ഒരു കുറ്റി പോലെ നിർത്തും. അതായത് ഒരു ചൂലിൻ്റെ കുറ്റിയൊക്കെ ഉണ്ടാവില്ല, ഇത്ര പോകുന്ന ഒരു പിടി ആക്കിയിട്ട് ഞാറ് കെട്ടി നിർത്തും. അങ്ങനെയാണ് ചെയ്യുക. പണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ട് ഈ പാടത്തൊക്കെ തന്നെ കളിച്ച് വളർന്നിരുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ചെയ്ത പ്രോസസ്സാണ് ഇതൊക്കെ. പിന്നെ കാലക്രമേണ എല്ലാ ഐറ്റംസും മെഷീൻസിലേക്ക് മാറി. കാരണം മാൻ പവറിൻ്റെ അത്ര ആവശ്യമില്ല. അതുപോലെ തന്നെ സമയലാഭം ഈ കാര്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മെഷീൻസിലായിരുന്നു പിന്നെ ഞാറ് നട്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ കാണിച്ച ആ ഒരു ഷീറ്റ്, ഇത് ഓരോ സെക്ഷൻസ് ഉണ്ടല്ലോ, ഈ ഓരോ സെക്ഷനിലത്തെ ഞാറ് എടുക്കുന്നത് കുറ്റി പോലെ ആയിട്ടല്ല. അതായത് മുമ്പ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ചൂലിൻ്റെ കുറ്റി പോലെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അത് പറിച്ചെടുക്കും. അതായത് നമ്മൾ ഈ കണ്ടിട്ടില്ല ഗ്രാസ്, ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്രാസൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ, കട്ട് ചെയ്തിട്ട് ഓരോ സ്ക്വയർ ഫീറ്റ് കണക്ക്, അതേപോലെ ഇതും സ്ക്വയർ ഫീറ്റ് ആയിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് മെഷീൻസിൽ വെച്ചെടുക്കും. അങ്ങനെയാണ് പ്രോസസ്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. സോ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ മിസ്സാവാണ്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കണ്ട വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.